Anything in Malayalam from these days? എനിക്ക് മനസ്സിലായോ പക്ഷെ സംസാരിക്കാൻ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് കാണുന്നത്? കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ? ദിലീപേട്ടന്റെ ക്യാരക്ടറും പ്രേക്ഷകരൊക്കെ എങ്ങനെയെങ്കിലും ഇന്നത്തെ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ സേവിയറായിട്ട് വന്നത്. ശ്രമിച്ചിട്ടുണ്ട് എന്നോട് ആകെയുള്ള ഒരു ചെറിയ കഥ മാത്രമേ ഉള്ളൂ. സിനിമ വരുമ്പോൾ Welcome to the audio launch event. So audio launch ന്റെ ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഒരിക്കൽ കൂടി ഇനി നമ്മുടെ കാസ്റ്റും ക്രൂവായി ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. We are all set for that very happening moment. And നമുക്കറിയാം നമ്മുടെ സൈനിക് ആണ്. So സൈനികിൽ നിന്ന് മിസ്റ്റർ ആഷിഖ് is there. So മിസ്റ്റർ ആഷിഖിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു നല്ല കഴിയോടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And this is the time. പക്ഷേ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏവരും ഒരുപാട് ബഹുമാനത്തോടും ഒരുപാട് സ്നേഹത്തോടും കൂടി കാണുന്ന ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ജോഷി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു വേദിയുടെ മാറ്റിക്കൂട്ടുന്നതിന് വേണ്ടി ഒപ്പം ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് നമ്മുടെ തങ്കമണിയുടെ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആൻഡ് Ashik, can I request you to get the discography? There we go. And revealing the Joshi sir and sir. Let's do it. Yeah, this is the moment. We are revealing the discography of Thangamani. There we go. Our entire cast and crew on the chair and let's take a beautiful picture. എല്ലാവരും ഒരിക്കൽ കൂടി ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. And let's capture this moment. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഒരു ഓഡിയോ ലോഞ്ച് ഇവന്റിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോഷി സാർ എത്തിച്ചേർന്നതിനും ഈ ഒരു റിവീലിംഗ് ഞങ്ങൾക്കായി ചെയ്യുന്നതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. So ladies and gentlemen, I would say thanks a lot. കാരണം നമുക്കറിയാം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കണ്ടേ. That's very important, right? അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാട്ട് കാണാൻ പറ്റില്ല. So I would request all of you to get back to the seats. I'm really lucky and I just saw the teaser and I'm just in awe of what we've created. Thank you Ratish sir for envisioning me as a cop because even I didn't think that I could be a cop because I've always played a very sweet girl next door, bubbly, romantic, only those roles so far. So this is the first time playing an intense cop character. So I really hope all of you will love it. I also wanted to thank the producers for taking very good care of me on set. Dilip sir for being a wonderful co-actor. I think especially those scenes are so intense. And every time Dilip sir finished the shot, the entire set would be clapping. So I'm just waiting to watch those scenes on the big screen. And I just want to thank all my co-actors and wishing the film all the luck. Thank you. Thanks a lot for joining us this time. It's our pleasure to have you here and in the movie as well. So we hope you really enjoy working out this movie. And can we see you more in a lot of Malayalam movies now? Of course, by then I'll learn Malayalam. Oh, I want to thank Danya ji. She's the assistant director and she was really, because Malayalam Nakuralu, Samsarika Terila. So she was helping me out, so really want to thank her. So did you learn anything in Malayalam from these days? എനിക്ക് മനസ്സിലായോ പക്ഷെ സംസാരിക്കാൻ no. Okay. Anyway, let's give a big round of applause for everyone. Thanks a lot for joining us. Yeah, thank you. Please. Yeah, what's the way? എന്നോട് ആകെയുള്ള ഒരു ചെറിയ ചിരിക്കുന്ന കഥ മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നുമില്ല. തങ്കമണി എന്ന് പറയുന്നത് കണ്ണീരാണ് ആ സിനിമ.
അപ്പോൾ അതിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ദൈവാനുഗ്രഹം കൊണ്ട് രതീഷ് ഭായ് വിളിച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പടം ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാൾ വീട്ടിൻ്റെ ബാക്കിൽ കൂടെ കറങ്ങി വരുന്നു. അതങ്ങനെയാണ്, പണ്ടും അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ദൈവത്തിന് കള്ളൻ എല്ലാം ദൈവാനുഗ്രഹമാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എൻ്റെ എല്ലാ പടങ്ങളും ഈ കൈനീട്ടിൻ്റെ ജനങ്ങൾ സന്തോഷം. ഇനി ഒരേ ഒരു ആഗ്രഹമുണ്ട്, ജോഷി സാറിൻ്റെ അടുത്ത പടത്തിൽ അഭിനയിക്കണം. ജോഷി സാർ നിരന്തരം കാണുമ്പോൾ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്, ഇന്ന് ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും എല്ലാവരുടെ അനുഗ്രഹങ്ങൾ എനിക്കും നമ്മുടെ ഈ സിനിമയ്ക്കും വേണമെന്ന് താഴ്ത്തി അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് അസിസ്ക. രമേശ് സംസാരിക്കാൻ മതി. എവിടെയായിരുന്നു ഇത്രയും നേരം? കറക്റ്റ് സത്യം പറയണം. ഞാൻ ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. എനിക്ക് എല്ലാവരും കണ്ടു. കറക്റ്റ് സമയത്താണ് വിളിച്ചതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു തങ്കമണി? എന്തൊക്കെയാണ് തങ്കമണി വിശേഷങ്ങൾ? തങ്കമണി എൻ്റെ സിനിമ ജീവിതത്തിലെ ചുരുങ്ങിയ ഈ സിനിമാ ജീവിതത്തിലെ അനുഭവത്തിലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സന്തോഷം വരുന്ന. എന്നാൽ ആ സമയത്ത് തങ്കമണിയിൽ സംഭവിച്ച ആ ആളുകളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള വേദനയും വിഷമവും ഒക്കെ എന്താണെന്ന് ഒരു ഏകദേശം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടി. അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ പോകുന്നത്. എന്തായാലും ഈ തങ്കമണി സിനിമ ഒരു മലയാള സിനിമയിലെ ഒരു തങ്ക മണിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മനസ്സിൽ ഒരു തങ്ക മണിയുണ്ട്. വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ എല്ലാ പ്രവർത്തകർക്കും സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും ഈ അവസരത്തിലാണ്. പ്രത്യേകിച്ച് ദിലീപുമായിട്ട് ഞങ്ങൾ വളരെ രീതിയിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു ദിലീപ് ഈ സിനിമയിൽ. അതായത് ആദ്യം ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ കഥാപാത്രത്തെയാണ് വേദനിപ്പിച്ചത്, എന്നെയല്ല. ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെ വളരെ സന്തോഷം തോന്നി. ഇത്രയും ഉപദ്രവം ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ അനുഭവിക്കുന്നത്. അതിൽ ദിലീപിന്റെ പ്രത്യേക കിടപ്പാടുണ്ട്, നന്ദിയുണ്ട്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കും. ദേവി ഒരു ചാനലുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കോട്ടയം രമേശിനെ ദിലീപ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാത്തത്. ഞാൻ പോസിറ്റീവ് മാത്രമാണ്, നെഗറ്റീവ് അല്ല. ഓക്കെ, താങ്ക് യു, നന്ദി. അവസാനം സ്വയം തന്നോടിച്ചു. അടിപൊളി. ലേറ്റ് ആവുന്നവരും ലേറ്റസ്റ്റ് ആവുന്നവരും രണ്ടുപേർക്കും താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ് അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇദ്ദേഹം എപ്പോഴും ഓൺലൈൻ പ്രാക്ടീസ് ആണ്. അതായത് ഒരിടയ്ക്ക് മറ്റേ ബോഡി ബിൽഡിംഗ്, കുറച്ച് തലകുത്തി പറയലും, കുറച്ച് കാലിസ്തനിക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോ ഒരു കല്യാണമൊക്കെ കഴിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ്. റൈറ്റ്. So ladies and gentlemen, let's put your hands together, inviting Sudev Nair to the stage. Sudev, I should say this, you know, our teaser our shot, our look was like way out of the box. Oru reaction and our frightening factor on your face, it was too good. അതാണ് ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആ കഥയൊക്കെ ഓക്കെ, വെരി ഗുഡ്, നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് ഇറങ്ങുന്നത്? കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡിലാണ്, സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ, എന്തൊക്കെയാണ് പരിപാടികൾ? പിന്നെ 6 പാക്ക് ആഡ്സ് വേണമെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണ് എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ധാരണയായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് പഞ്ചിലായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല, ഇല്ല അതൊന്നുമില്ല. അതിനൊക്കെ ഞാൻ അഭിനയിക്കുകയാണെന്ന് ആൾക്കാർക്ക് ഇങ്ങനെ ബോധ്യപ്പെടും. അപ്പം അതിപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ റിയലിസ്റ്റിക്. അപ്പോഴാണ് എൻ്റെ കണ്ണു നിറഞ്ഞത്. എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വലിയ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴും ഈ വെറും സ്റ്റൈലൈസ് അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാനും. പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരധികം ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. അത് മാത്രമല്ല, ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ
ഫൈനൽ കട്ട് കണ്ടില്ല. ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അത് നമ്മളത് കട്ട് ചെയ്തു, ഭാഗ്യത്തിന് നമ്മൾ അഭിനയിച്ച പോർഷൻസ് കയ്യിലുണ്ട്, അപ്പോൾ നമ്മൾ സേഫാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാം. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നെല്ലിലേക്ക് ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് ഹായ് പറഞ്ഞേക്കും. എൻ്റെ ഭാര്യ നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ച് ഇവൻ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു. ഇത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ സ്നേഹ, നിങ്ങൾ ആരൊന്നും വിചാരിക്കണ്ട. അല്ല, ഞങ്ങൾ പരിചയമായിട്ട് കുറച്ച് നാളായി. കുറച്ച് അതിന്റെ ഓക്കെ. സോ എനിവേ, അപ്പോൾ ഇനി റിയലിസ്റ്റിക് മൂവീസ് മാത്രമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇനി അടുത്ത സൂപ്പർ ഹീറോ ചെയ്യണം. സൂപ്പർ ഹീറോ ചെയ്യണം, മറ്റേ ബാഗ്സ് സെറ്റ് ആണ്, അത് ചെയ്യണം. പിന്നെ അൾട്രാ റിയലിസ്റ്റിക് ചെയ്യണം. Okay, so anyway, big round of applause. Thanks a lot for being back. How is life now? Life is more peaceful and for example, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ഇന്ന് ബിക്കോസ് ഷീ ഈസ് ദേർ ഐ ആം ഫാർ മോർ റിലാക്സ്ഡ്. Oh, that's very sweet. ഇത് രതീശൻ ആലോചിക്കുന്നുണ്ടാവും, ഒരു 10 വർഷം കഴിയട്ടെ അപ്പം കൊടുക്കുന്നുണ്ടായിട്ടാണ്. Okay, so anyway, big round of applause for him and wishing you both all the best for amazing life ahead. So thanks a lot today for joining. So ladies and gentlemen, let's put your hands together for Sampath Ram. Yes, and there he is. There you go, sir. Everybody, talk about നന്നായിട്ട് സർ. Oh. Sir, how was your experience? Thangamani. എല്ലാവർക്കും നമസ്കാരം. ജോഷി സാർക്ക് എൻ്റെ സ്പെഷ്യൽ നമസ്കാരം. അവരുടെ പടത്തിലെ സെവൻസിലെ வந்து நடிக்க வச்சாரு. முதல்ல 98 சினிமா வரும்போது சூப்பர் குட் ஃபிலிம்ஸ் சென்னையில் ஆஃபீஸில் போனோம்னா அங்கே பல டைரக்டர்கள் இருப்பாங்க. ஒரே நேரத்தில் 4 ஆஃபீஸ் போட்டு 4 டைரக்டர்ஸ் இருப்பாங்க. வாய்ப்பு தேட அழையும் போது நிறைய படங்கள் வந்து நான் சின்ன சின்ன கேரக்டரில் சூப்பர் குட் ஃபிலிம்ஸில் நடிச்சிருக்கேன். ஆஃப்டர் லாங் டைம் சூப்பர் குட் ஃபிலிம்ஸோடைய பேனரில் தங்கமணி திரைப்படத்தில் ஒரு அருமையான கேரக்டரில் நடிக்க வச்ச நம்ம ரத்தீஷ் சாருக்கு என்னோட மனமார்ந்த நன்றியை போல தெரிவிச்சுக்கிறேன். அதே மாதிரி இந்த படத்தோட எக்ஸிக்யூட்டிவ் ப்ரொடியூசர் சுஜித் சாருக்கு நான் மிகப்பெரிய நன்றி சொல்லணும். அவர் தொடர்ந்து 2வது படத்தில் என்னை நடிக்க வச்சிருக்காரு. சோலமன், அது இன்னும் ரிலீஸ் ஆகலை. தங்கமணி 2வது படம். தேங்க்யூ ஸோ மச் சார். முதல்ல டைரக்டர் ரத்தீஷ் சாருக்கு நான் மிகப்பெரிய ஒரு நன்றி சொன்னால் அவருக்கு ரொம்ப ரொம்ப நன்றி கடன்பட்டிருக்கேன். ஏன்னா இந்த படத்தில் என்னை கம்மி பண்ணும்போது போலீஸ் கேரக்டர் அப்படின்னு சொன்னாங்க. நான் அப்போ தாடி வச்சுருந்தேன். மாளிகைப்புறம் படத்தில் ஒரு வில்லன் கேரக்டரில் நடிச்சிருந்தேன். அட் த சேம் டைம் சராங்கிற தெலுங்கு படத்துலையும் ஒரு முக்கியமான கதாபாத்திரம் பண்ணியிருந்தேன். ஸோ அதுலேயும் தாடி கண்டினியூட்டி. அவர் சொன்னார், சார் தாடியை எடுத்துருவீங்களா அப்படின்னாரு. இல்லை சார், அதுக்குள்ளேயும் முடிஞ்சிடும். ஸோ அந்த ஷூட்டிங் வரும்போது எடுத்துருவோம் சார் அப்படின்னா. ஏன்னா தெலுங்கு படம் அதுக்குள்ளே முடிஞ்சதுன்னு நானும் எதிர்பார்த்தேன். பட் தங்கமணி ஷூட்டிங் ஆரம்பிச்சது. ஃபஸ்ட் வந்து ஃப்ளாஷ்பேக் போர்ஷன் தான் எடுத்தாங்க. சாரி, லைட் தான் எடுத்தாங்க. அப்போ சரி பரவாயில்ல சார், லைட்டில் வந்து போலீஸ் கேரக்டர் வந்தாலும் தாடி தான் பரவாயில்ல சார் அப்படின்னு சொல்லி தாடியோடவே நடிச்சிட்டேன். அப்புறம் ஒரு மாதம் கழிச்சு தான் வந்து அந்த ஃப்ளாஷ்பேக் போர்ஷன் வந்து எடுக்க ஆரம்பித்தாங்க. அப்போது நான் ஷேவ் பண்ணி ஆகணும். ஷூட்டிங் ஸ்பாட்டில் டைரக்டர் வந்தார். நான் ரொம்ப அப்செட் ஆகி உட்காந்துட்டு இருக்கேன்.
என்ன பண்ணுறது, ஏன்னா இதில் ஷோ பண்ணிட்டோம்னா நம்ம வந்து சலார் படத்தில் அங்கே நம்ம பதில் சொல்லி ஆகணும். ஏன்னா சலாரும் அப்போ முடியும் எதிர்பார்த்தா ஆனால் முடியல. இங்கே நம்ம வந்து சேவ் பண்ணி ஆகணும், என்ன பண்ணுறது சொல்லிட்டு ரொம்ப எனக்கு அந்த காஞ்சிபுரம் உட்காந்துருக்கேன். அப்போ சார் வந்து என்ன சார் நல்லா இருக்கீங்க அப்படின்னு டேரக்டர் வந்து கேட்டார். இல்லை சார் இந்த மாதிரி சுச்சுவேஷனாக இருக்கும். ஒரு செகண்ட் யோசிச்சுட்டு நோட்டி சார் வழி போகலாம், இதுக்காக சோகமாக உட்காந்துருக்கீங்க, நோட்டி வாங்க பெர்ஃபார்ம் பண்ணுங்க அப்படின்னு சொல்லிட்டு அன்றைக்கி அந்த சீனை எடுத்து முடிச்ச பிறகு மறுநாள் காலையில் அவர் சொல்கிறாரு, நீங்கள் தாடியோடவே போலீஸ் கேட் பண்ண போகிறீங்க. சார் எப்படி சார் போலீஸ் கேட் எப்படி சார் நம்ம வந்து தாடியோட பண்ண முடியும் அப்படின்னு கேட்டதுக்கு ஒரே ஒரு டைலாக்ல நான் வந்து உங்களை அந்த டைலாக்லேயே வந்து நான் கன்வே பண்ணிடுறேன், நீ கவலைப்படாதீங்க அப்படின்னு சொல்லி படத்தை பார்க்கும்போது தான் எனக்கு தெரியும் அவர் என்ன பண்ணி வச்சிருக்காருன்னு தெரியல. பட் ரொம்ப ரொம்ப சாரி சார், நான் வந்து உங்களுக்கு எந்த வகையிலாவது இந்த படத்தில் என் கேரக்டர்னால உங்களுக்கு ஏதாவது பாதிப்பு ஏற்பட்டுருமோ ரொம்ப பயந்தானு, எதுவும் அதனால தான் ஆயிருக்காது நான் நம்புகிறேன். ஸோ இந்த நேரத்தில் இந்த படத்தில் ஒர்க் பண்ண எல்லாருக்குமே ஆர்டிஸ்ட் என்னுடைய ஆர்டிஸ்ட் ஜான் விஜய் சார், அவரோட இது வந்து அஞ்சாவது படம் பண்ணுறாரு. அப்புறம் நம்ம டிஓபி சார், நான் ஆல்ரெடி சிக்காகோ படத்தில் மனோஜ் பிள்ளை சார் கூட ஒர்க் பண்ணியிருக்கேன், 2வது படம் அவரோட. ஸோ இந்த படத்தில் ஒர்க் பண்ண எல்லாருக்குமே என்னோட மனமார்ந்த நன்றி தெரிவிச்சுக்கிறேன். இந்த படம் தங்கமணி, இந்த சாங் ஒன்று மட்டுமே போதும், அவ்வளோ ஒரு சாங், அதாவது மனசு அவ்வளோ ஆழமாக பதிஞ்சிருக்கு இந்த சாங்கு. ஏன்னா தமிழ் ஆடியன்ஸு நிறைய பேர் ஃப்ரெண்ட்ஸ் எல்லாம் கேட்டுட்டு ரொம்ப அற்புதமாக இருக்குன்னு சென்னையில் எல்லாருமே காமிக்கும் சொன்னாங்க. ஸோ இந்த சாங் வந்து ரொம்ப பேசப்பட்டிருக்கு, இந்த படமும் ரொம்ப பேசப்படணும்னு நம்புகிறேன். இந்த படம் மாபெரும் வெற்றி அடைய மனமார்ந்த வாழ்த்து தெரிவிச்சுக்கிறேன். நன்றி. ஒரு சின்ன டவுட் இருக்கு சார், நீ வந்து எல்லா படத்துலையும் வில்லன், அது இல்லை நான் நிஜ வாழ்க்கையில் வில்லன் கிடையாது, ஆனால் முகம் வந்து அது மாதிரி இருக்கிறதுனால பார்க்குறவங்க எல்லாருமே வந்து எல்லாருமே பார்த்துட்டு இருக்காங்க. ஸோ அதுவும் ஒரு நல்ல வாய்ப்பு வருதுல, இந்த கெட்டப்னால வில்லனாக தோற்றதுனால நிறைய வேலை வாய்ப்பு வருது. இன்ஃபேக்ட் முதல்ல என்னை வந்து சின்ன சின்ன கேரக்டர் நடிச்சிட்டு இருக்கும்போது முக்கிய வில்லனா ஜனகன் அப்படிங்கிற திரைப்படத்தில் சஞ்சீவ் சார் வந்து என்னை வந்து முக்கிய வில்லனா மலையாளத்தில் முறையாக அறிமுகப்படுத்தினார். அதுக்கு முன்னாடி வரைக்கும் நான் வந்து சின்ன சின்ன கேரக்டர் தான் நடிச்சிட்டு இருந்தேன் தமிழில். மலையாளத்தில் தான் என்னை வந்து முதல்ல ஒரு முக்கிய வில்லனா அறிமுகப்படுத்தினாங்க. அது மட்டும் இல்லை, இப்போ ஒரு படம் பாக்கியலட்சுமி அப்படிங்கிற திரைப்படம் நான் பண்ணிட்டு இருக்கேன். அதில் வந்து முறையாக ஒரு முஸ்லீம் கேரக்டரில், அதுவும் ஒரு பாசிட்டிவ் ரோலில், ஒரு லீட் ரோலில் பண்ணியிருக்கேன். ஹீரோவா சார்? அப்படிதான் அந்த டைரக்டர் சொன்னார். ஆனால் ஹீரோ ஹீரோயின் அப்படிலாம் கிடையாது. அந்த படத்தோட டைரக்டர் வந்து சஜின் லால் சார். அவரோட இதுக்கு முன்னாடி ஒரு படம் அவரோட தமிழில் பண்ணியிருக்கேன். 2வது படம் மலையாளத்தில் என்னையும் வந்து ஹீரோவாக ஃபீல் பண்ணி அவர் ஒரு பாசிட்டிவ் ரோல் நடிக்க வச்சிருக்காரு. அவருக்கு இந்த நேரத்தில் நன்றி தெரிவிக்கிறேன். நீங்கள் சொன்ன மாதிரி இனிமேல் வந்து பார்க்குறவங்க பாசிட்டிவ் ரோல்ஸும் கூப்பிட்டாங்க நான் நம்புகிறேன். Thank you, thanks a lot sir, thanks a lot for joining us. Thank you. On Vijay sir. Thank you sir, okay ma'am. Super. Yetta ya. Hi everyone, good evening. என் பேர் ஜான் விஜய். நான் சின்ன வயசுலேருந்தே எப்படின்னா தமிழில் பேசுவாங்க, எல்லாரும் கை தட்டி எனக்கு வந்து எப்படின்னா இந்த ஃபைட் கிளப்பில் இருக்கிற மாதிரி என் கூட மேட்ச் பண்ணி சண்டை போடுறவங்க கூட விளையாட ரொம்ப பிடிக்கும். ஸோ இப்போ வந்து நான் சினிமாவில் நடிக்கிறேன், ஆக்டர். இங்கே வந்து தங்கமணி படத்துக்கு எல்லோருமே செம்ம நடிகருங்க, எல்லாருமே செம்மையாக நடிக்கிறாங்க. காம்படிஷன் ஸோ பியூட்டிஃபுல். கம்ப்ளீட் பண்ணுறதுக்கு அடிச்சு அவங்க வந்து பியூட்டிஃபுல்லாக நடிச்சிருக்காங்க. ஃபஸ்ட்டு திலீபனை வந்து நடித்த படங்கள்லாம் நிறைய பேர் பார்த்துருப்பீங்க. நான் வந்து ரீமேக்கே பார்த்துருக்கேன். ஏன்னா நான் ஃபஸ்ட்டு திலீபனை படத்தை பார்ப்பேன், அவர் எப்படி நடிச்சிருக்காங்க அப்படின்னா. அதுக்கு ரீமேக்கில் ஒருத்தர் நடிப்பார் தெரியுமா, அதை பற்றியும் பார்ப்பேன். ஏன்னா அவர் எப்படி நடிச்சிருக்காருன்னு பார்க்கணும்ல, அப்போ தானே நம்ம திலீபனை எப்படி நடிச்சிருக்காரு தெரியும். யாருமே அது முடியல. எப்பவுமே ஒழிச்சிருக்காங்க. எங்கள் அண்ணன் ஒரு வாட்டி கேட்டு நான் வந்து அவர் படம் பார்த்து வளர்ந்தேன்னா கொஞ்சம் பெருசாகிட்டேன். எனக்கு ரொம்ப ஆசை திலீபனை மட்டும் நடிக்கணும் அப்படின்னு. நான் அந்த படத்தை நடிக்க வர வரைக்கும் எனக்கு தெரியாது திலீபனை தான் ஹீரோ. பார்த்தா பாவம் ஒரு ஆள் ரோட்டில் அப்படி நின்றுட்டு சார் அவர் ஹீரோ சார், நான் திலீபனை
நாங்களாம் ஆக்டர்ஸ்லாம் ரொம்ப நல்லவங்க. நீங்கள் ஆக்டர்ஸ்க்காக இன்னொரு கேட்குறீங்க. எங்களுக்குலாம் வந்து குழந்தை மாதிரி நாங்கள் வந்து மனசு இருக்கிறத வெளியே காட்டிட்டு வீட்டில் போய் படித்து தூங்கிடுவோம், அவ்வளோதான். அப்புறம் நீங்களாம் ஏதாவது எங்களை பற்றி சொல்லுவீங்க, நாங்களாம் கேட்டுட்டு ஓகே சொல்லுங்கள் அந்த மாதிரி. ஸோ காம்படிஷன் வெரி ஸ்ட்ராங். இதில் பார்த்தீங்கன்னா மாலவிக்கான ஒருத்தாங்க குட்டி பொண்ணு நடிக்க சொன்னால் பிஹேவ் பண்ணுது அதே மாதிரி குடு 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 குடுன்னு ஓடி போய் கிணத்துல உழைச்சா உண்மையாகவே கிணத்துல உழைச்சு ஸ்டண்ட் மாஸ்டர் ஷாக் ஆகிடுது. ஏன்னா அந்த கிணத்து கீழே பார்த்தீங்கன்னா கல்லா இருக்குது, இப்படி விழுந்தது அந்த மாதிரி ஒரு ஆக்டர். அப்புறம் வந்து நீதா, ஆமாம் அவங்க கராட்டேலாம் தெரியும். அதாவது நம்ம ஊரில் நல்ல வீட்டில் அழகான அப்பா அம்மா ஒரு நல்ல குடும்பம் அப்படின்னா திலீப் பண்ணணும் அந்த நீதாக்காவும் பார்த்தீங்கன்னு வச்சுக்கோங்களேன். இந்த மாதிரி ஒரு குடும்பம் இருந்தால் எவ்வளோ சந்தோஷமாக இருக்கும். அதான் தங்கமணிங்க இதுக்கும் கேட்குங்க. இதெல்லாம் இருந்தாலும் இருக்கிறதுலேயே ஒரு ரொம்ப கெட்ட ஒருத்தன் வேணும் தெரியுமா? வெல்கம் டு சேனல். நாங்கள் வில்லன் தாங்க. நாங்கள் ரொம்ப நல்ல ஆல் வில்லன்ஸ் ஆர் குட் பீப்புள் இன் லைஃப். ஏன் தெரியுமா உங்களுக்கு? எல்லா மனுஷனுக்கும் நல்லதும் கெட்டதும் இருக்கும். நல்லதெல்லாம் அவன் வந்து வெளியில் காட்டினே இருப்பான், நார்மல் பீப்புள். நாங்கள் வில்லன் இல்லை, கெட்டதெல்லாம் சினிமாவில் காட்டிட்டு நல்லதாக ரியல் லைஃப். எங்கள் மாதிரி நல்லா யாரும் எங்கள் திலீப் பண்ண அதில் வந்து வெளியே காட்டுறதுக்கு ஒரு ஆப்போசிட் இருக்காரு. இது வந்து டேரக்டர் ரித்தீஷ். நாங்கள் ப்ளீஸ் சார் நானே லவ் பண்ணிடுறேன். எங்கள் அம்மா மலையாளி, இதில் எக்ஸ்ட்ரா ஃபிட்டி. எங்கள் அம்மா மலையாளம் பேசி நான் கேட்டதே இல்லை. அவங்க வந்து கல்யாணம் திருவண்ணாமலை திடீர்னு ஒரு நாள் யாராவது அப்படி பாசிட்டிவ்ல வந்து போகும்போது எங்கள் மலையாளம் பேசுவோம். என் பொண்ணு கேட்டேன், I have been married with you for 15 years. I heard your mom speak Malayalam. Are you a Malayali? நானே சொன்னேன் சார் அம்மா மலையாளி சார், நான் வந்து லவ் பண்ணுறேன் சார். அது சரி ஓகே, ஃப்ளைட் டிக்கெட்டு அப்புறம் ஹோட்டல் ரூம் அவ்வளோதானே சார். சரி வா அப்படின்னு சொல்லி நான் அப்பாவோடய ஃபோன் பண்ணியிருக்கேன். ஃப்ளைட் சார்ஜ் ஃபுல்லாக ஃபோன் எனக்கு கூட டப் பண்ணேன் சார். 4 லைன் டப் பண்ணேன். அப்புறம் வந்து சோறு கொடுத்தாங்க, நல்லா அப்படியே ரெட் ரைஸ் பீஃப் கறி ஃபுல்லாக சாப்பிட்டேன் சார். ஓகே சார், சார் 2 லைன்லேயே ஓகே சார், அதனால தான் டப் பண்ண சார். போய் டப் பண்ணுங்க சார். நான் தான் ஃபுல்லாக டப் பண்ணியிருக்கேன். தங்கமணி பியூட்டிஃபுல் ஃபிலிம், கிரேட் பர்ஃபார்மன்ஸ், அமேசிங் பீப்புள், லவ் பிளேஸ் டு பி. அதுமாதிரி நம்ம ஏதாவது தெரியும் ஸ்டைல் இருக்கிறது வந்து நானும் ரொம்ப வருஷமாக பார்த்துருக்கேன். அவன் வயசாகணும்னு பார்த்தா அவனுக்கு வயசே ஆக மாட்டேன். யூத்தாகவே thank you very much for appreciating the Malayalam film industry and thanks a lot. உங்களை பார்த்து குட்டி பையன் வாங்க. ஐ எம் ஷூர் தட் நான் ஏதோ உங்களை வச்சுருக்கேன். சூப்பர் ஆக்டிங்க, வேற லெவல். நாங்களாம் வந்து நடிக்கிறது சார், எங்களுக்குலாம் வந்து எக்ஸ்ட்ரா ஃபீலிங் கிடையாது. எங்களுக்கு ஒன்றே ஒன்று தான், யாருமே எங்களுக்கு காம்படிஷன் கிடையாது. நாங்கள் தான் காம்படிஷன். கர்நாடகில் காம்படிஷன் ஸ்டைலில் கிழிஞ்ச சட்டை போட்டு போடுறேன் அப்படின்னா காசு கொடுத்து வாங்கணுமா சாரால. ஸோ ஐ டெல் யூ ஆல் ஆஃப் யூ ப்ளீஸ் கோ வாட்ச். அதாவது சவுத் இந்தியா அப்படின்னா அதுக்கு ஒரு அழகு இருக்குங்க. அது வந்து கேரளாவில் நிறைய இருக்குங்க. அது இந்த படத்தில் இருக்குங்க. சூப்பர் குட் ஃபில்ம் பண்ணியிருக்காங்க. அவங்க சூப்பர் குட் ஃபில்ம் பண்ணுவாங்க. அது உங்கள் மனசில் யாரா சொன்ன மாதிரி தங்க மணி மாதிரி இருக்காங்க. I love you all. Thank you very much. Thank you very much, man. And this for everything and all the pretty girls. Thanks a lot, sir. Have a blessed. So here we have Aswad Rajmal. How are you doing? How's life? All good, very good. All good? Okay, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തങ്കമണി എക്സ്പീരിയൻസ്? ആൻഡ് ആ ഒരു ഷോട്ട് യു ലുക്കിംഗ് സോ ഗുഡ്. കുറച്ച് ഡിഫറെന്റ് ലുക്ക് കൂടെയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രൊഫസർ ക്ലിയർ മിസ്റ്റർ നാദിക എല്ലാവർക്കും. ജോൺ കലക്കിട്ട് ഇവിടെ പോകാൻ
തങ്കമണിയിൽ ഞാൻ വളരെ ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഈ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വേറൊന്നുമല്ല, എൻ്റെ 3 വലിയ ലക്ക് ഫാക്ടേഴ്സ് ഉള്ള സിനിമയാണ് തങ്കമണി. ആദ്യം നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ, ഞങ്ങളുടെ ആലുവാക്കളുടെ അഭിമാനം, നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചും നമ്മളുടെയൊക്കെ ആയുസ് ഒരുപാട് കൂട്ടിത്തന്ന നമ്മൾ സ്വന്തം ദിലീപേട്ടൻ്റെ കൂടെ 3ാമത്തെ സിനിമയാണ്. ആദ്യം അരികെ, 2 Countries, പിന്നെ ഇപ്പോൾ തങ്കമണി. ഈ 2 സിനിമകളും ദിലീപേട്ടന് സ്റ്റേജ് സെറ്റാക്കി വെച്ചിരിക്കുന്ന പെമ്പിള്ളേരെ അടിച്ചുകൊണ്ട് പോകാൻ എൻ്റെ പരിപാടി. അരികേല് സമന്ത സുനിലാണെങ്കിൽ 2 Countries നിഷാദുണ്ടാവും. പക്ഷെ ദിലീപേട്ടൻ്റെ ക്യാരക്ടറും പ്രേക്ഷകരൊക്കെ എങ്ങനെയെങ്കിലും ദിലീപേട്ടൻ തലേന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ സേവിയറായിട്ട് വന്ന് അടിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എന്നോട് വെറുപ്പില്ല, സന്തോഷം. പിന്നെ ഇതിൽ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ 3ാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. ഇതിൽ പിന്നെ തെലുങ്ക് ഓഡിയൻസിന് എന്നെ പരിചയപ്പെടുത്തിയത് സൂപ്പർ ഗുഡ് ഫിലിംസാണ്. രംഗം എന്നൊരു വലിയ സിനിമ, തൊട്ടുപുറകെ രക്ഷ, ഇപ്പോൾ തങ്കമണി. ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം സുജിത് ഏട്ടനാണ്. സുജിത് ഏട്ടൻ പാപ്പൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. പാപ്പൻ ഭയങ്കര ഹിറ്റായിരുന്നു. പാപ്പൻ്റെ എൻ്റെ ലക്ക് ഫാക്ടറി ഗീതാപിള്ള എവിടെയുണ്ട്. വലിയ ഒരു ആക്ട്രസ് ആകുമ്പോൾ ഒരു കുട്ടിയാണ് ഗീത. അപ്പോൾ ഈ സിനിമയിലൂടെ നമ്മുടെ രതീഷ് എന്ന ഡയറക്ടറും പ്രണീതയും ഒക്കെ എൻ്റെ അടുത്ത ലക്ക് ഫാക്ടറാണ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർച്ച് മാസം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാസം കൂടി ആകാൻ പോവുകയാണ്. കാര്യം ഞാൻ നായകനായി രാം ഗോപാൽ വർമ്മ ഡയറക്റ്റ് ചെയ്യുന്ന വ്യൂഹം എന്ന തെലുങ്ക് സിനിമ ജഗൻമോഹൻ റെഡ്ഡിയായി ഇപ്പോഴത്തെ ആന്ധ്ര സിനിമ ഞാൻ അഭിനയിക്കുന്ന സിനിമ മാർച്ച് 1 റിലീസാവുകയാണ്. ഇപ്പോൾ തങ്കമണി 7th. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഭവമൊക്കെ എപ്പോഴും ഉണ്ടാവണം. അന്യ ഭാഷയിൽ നായകനായിട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒന്ന് ചെറിയ കാര്യം, പ്രധാന റീസൺ മലയാളി പ്രേക്ഷകർ എൻ്റെ അടുത്ത് പോകില്ലെന്നുള്ള ഒരു കാരണം കൊണ്ടും ഒരുപാട് മലയാള സിനിമകൾ ചെയ്യാനുള്ള കൊതിയോടുകൂടി തന്നെയാണ്. സുദേവ്, ഐ തിങ്ക് യു ഹാവ് ലെഫ്റ്റ്. ഐ റിയലി വാണ്ട് ടു കൺഗ്രാറ്റുലേറ്റ് ഹിം ഫോർ ഹിസ് വെഡിങ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബ്രോ. ഒരുപാട് മലയാള സിനിമകളിൽ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ ദുഷ്ടരൊക്കെ ഒരുപാട് വിളിച്ചു വിളിച്ചിരിക്കും, ബാക്കി ഫോൺ പോലും എടുക്കൂല. അല്ല, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമില്ല. Anyway, just kidding. So thank you a lot, Ajmal, for joining us and wishing you all the best for all the movies that are coming. Big round of applause for Ajmal Amin and കാരണം ഈ നിൽക്കുന്ന നീത്തല്ല അവിടെയുള്ള ആ ഒരു നീത്ത. So Neeta, how are you doing? How is life and how is Tangamani for you? Thank you. Life is okay. Thank you very much. Good evening. Firstly, ഇവിടെ വന്ന എല്ലാവർക്കും thank you for joining us this evening. Means a lot to me. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായ ജോഷി സർ, thank you for making the time to come today and do the honors with us. It means a lot to me. To begin with Tangamani, പാപ്പൻ കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി. ഇതെൻ്റെ 4th മൂവിയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തൊരു ക്യാരക്ടറാണിത്. ഇതിനു മുമ്പ് ചെയ്തതെല്ലാം അത്യാവശ്യം ബോൾഡ് ഫിയർലെസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ ഇതിൽ വളരെ സബ്ഡ്യൂഡായ ഒരു ടിമിഡ് ഡിവോട്ടഡ് വൈഫ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം പെർഫോം ചെയ്യാൻ. ഐ ഹോപ്പ് ഇറ്റ്സ് കം ഔട്ട് ഓക്കെ. പിന്നെ സോ let me first thank the entire team of Tangamani for being very supportive, and the producers and director Ratish Chatterjee. എന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ വിളിച്ചതിന് ഒരുപാട് പേരുണ്ട്. അതിൽ ഓരോ പേരും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് രതീഷ് ചേട്ടൻ ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. പിന്നെ ഒരിക്കലും പറയാൻ വിട്ടുപോകാതിരിക്കേണ്ട ഒരാളാണ് ദിലീപ് ചേട്ടൻ. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ചാലഞ്ചിങ് ക്യാരക്ടറായിരുന്നു ചെയ്തത്. ഇത് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത്. ബട്ട് ബിക്കോസ് ഓഫ് യുവർ സപ്പോർട്ട് ആൻഡ് യു നോ he gave me a very friendly atmosphere to make me comfortable. Thank you very much for being such a supportive co-artist. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും thank you for being very nice to me and making me comfortable. It was a memorable journey. എല്ലാവർക്കും തങ്കമണി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.
Thank you very much. Thank you for coming. Thanks a lot, Neeta. And I just want to ask you, you told it was challenging. But let me ask you, which one is easy for you, the bold characters or this one out here? I think the bold ones were Karan also is Is that Neeta? more towards that. അതെനിക്ക് ഇത് ചെയ്യുന്ന ഇപ്പം ഞാൻ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് അത്ര നല്ല ചെയ്തിട്ടില്ല, റൊമാൻസ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെയ്താൽ എത്രത്തോളം ശരിയാവും എന്നുള്ള പല ക്വസ്റ്റ്യൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി എനിക്ക് എളുപ്പം ബോൾഡ് ക്യാരക്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. Anyway, all the best to you. Thanks a lot for joining us. Let's give a big round of applause. Thank you, Neeta. Thanks a lot for joining us. And moving on. ഒരുപാട് സന്തോഷം. പലർക്കും ഞാൻ റിസൾട്ട് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കൂടെ പറയാം. പലപ്പോഴും നിങ്ങൾ എല്ലാവരും ദിലീപേട്ടൻ്റെ സിനിമ കാണുന്നതിന് മുൻപ് ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം പാസഞ്ചർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു, ദിലീപേട്ടനായിരുന്നു, നീ എനിക്ക് വേണ്ടി ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള ഒത്തിരി സിനിമകൾ ദിലീപേട്ടൻ ഞാൻ ട്രാക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ പോലെയുള്ള സിനിമകൾ. ഈ സിനിമയ്ക്ക് വിളിച്ച സമയത്ത് എനിക്ക് എൻ്റെ സിനിമ തലവൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയം ഇതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ദിലീപേട്ട ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ ആദ്യം എത്തിയ ഒരാളാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി രതീഷിന്റെ സംസാരം കേട്ടപ്പോൾ. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാറുണ്ടല്ലോ സുഹൃത്തെ, കാണാൻ കിട്ടാറില്ല ഈ സമയത്ത്. നിങ്ങളുടെ ശബ്ദത്തിൽ ഹൃദയം സംസാരിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആയതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആ നന്മ സിനിമയിൽ ഉണ്ടാവും. സിനിമ ഒരു വൻ വിജയമാകുമെന്ന് ഉറപ്പാണ്. ഈ എല്ലാവരും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ നന്ദിയും ആശംസയും വിജയങ്ങളും നേരുന്നു. താങ്ക് യു. Thanks a lot, Mr. Thanks a lot for joining us and wishing all the success to Thangamani അടുത്തതായി. നമസ്കാരം. ഇതെൻ്റെ ഒരു കുടുംബത്തിലെ സിനിമയാണ്. കാരണം പ്രവർത്തിച്ച ഒരുപാട് പേര് എൻ്റെ ഏറ്റവും സഹോദര തുല്യരാണ്. കാരണം ദിലീപാണെങ്കിലും ഡയറക്ടർ രതീഷ് ആണെങ്കിലും. രതീഷ് എനിക്ക് ഓരോ സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് 2-3 കഥകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രതീഷിൻ്റെതായ കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ വളരെ നല്ല കഥകളാണ്. അതിപ്പോഴും സിനിമയായിട്ടില്ല. ഗംഭീര കക്ഷിയാണ് ആൾ. അതിലൊരുപാട് പ്രതീക്ഷയുള്ള കഥകൾ ഇനിയും രതീഷിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് മറ്റുള്ള നിർമ്മാതാക്കൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇനി തരില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും തരില്ല രതീഷിൻ്റെ സംവിധായകനായി. അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീരമായിട്ട് ഈ സിനിമ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ദിവസത്തോടെ എത്തിച്ചേർന്നതിനും ഒരുപാട് നന്ദി. നമസ്കാരം. വന്നിരിക്കുന്നു. ഒരുപാട് സന്തോഷം. കാരണം മലയാള സിനിമയുടെ തന്നെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് സിനിമ പണ്ഡിറ്റുകൾ വിലയിരുത്തപ്പെടുന്ന വർഷമാണ് 2024. കേരളത്തിലൂടെ ഹിറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് രതീഷേട്ടൻ്റെ ദിലീപേട്ടൻ്റെ തങ്കമണി എത്തുകയാണ്. അപ്പോൾ സൂപ്പർ ഹിറ്റുകളൊന്നും ആശംസിക്കാനില്ല. നിങ്ങളുടെ അധ്വാനം ഫലം കാണട്ടെ. പ്രേക്ഷകർ നിങ്ങളുടെ സിനിമയെ 2 കൈയും നീട്ടി സ്വീകരിക്കട്ടെ. തിയേറ്ററിൽ വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അണിയർ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും കാസ്റ്റുകൾക്കും എല്ലാവർക്കും എൻ്റെ ആശംസ.